ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈവനിങ് സ്നാക്ക് ആയിട്ടും ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഒരു സാധാരണ ബണ്ണല്ല, ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ബണ്ണാണ്. പിന്നെ ഈ ഒരു ബണ്ണ് നമ്മൾ ഉണ്ടാക്കുന്നത് തവയിലാണ്, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ശരിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ബണ്ണാണിത്. അതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ബണ്ണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പശുവും പാലാണ്, അധികം ചൂടായി പോവുകയേ ചെയ്യരുത്, ലൈറ്റായിട്ടുള്ള ചൂട് മതി. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതൊന്ന് പൊങ്ങി വരട്ടെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഈസ്റ്റ് ഇതുപോലെ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. ഞാൻ ഉപയോഗിച്ച ഈസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഈസ്റ്റാണ്. അത് നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായാലും അപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഈ ഒരു പാല് തന്നെ മതിയാവും. പിന്നെ മൈദയുടെ പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇത് മതി. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിന് കുറച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് ഈ മാവ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലിടുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ഈസിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഓയിൽ, 1 ടേബിൾ സ്പൂണാണ് മൊത്തം എടുത്തത്, അത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ട് തേച്ച് തന്നെ കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് കുഴക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ലൂസായിട്ടുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ പൊടിയൊന്നും ഇടരുത്. കുറച്ച് എണ്ണ ഒന്ന് കയ്യിലാക്കി ഒന്ന് ഇങ്ങനെ ഇതുപോലെ തേച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് അതിൻ്റെ ആ ഒരു ഒട്ടുന്ന ആ ഒരു പരുവം അങ്ങ് മാറി നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കിട്ടും. അപ്പോൾ അത് 10 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് തേച്ച് കുഴച്ചിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മുകളിൽ ഒന്ന് ആക്കുന്നുണ്ട്. ഈ മാവ് അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലാക്കുന്നത്. നമുക്കതിൻ്റെ മുകളിലേക്ക് നനച്ച് പിഴിഞ്ഞെടുത്ത തുണിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് അവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ചിട്ട് അത് കമത്തി അങ്ങ് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ആ സൈഡ് ഒന്ന് ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് ഈ മുട്ടയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മതിയിട്ട് നമുക്കതങ്ങ് എടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 5ഓ 6ഓ വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ചിടരുത്. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ 2ഓ 3ഓ ടേബിൾ സ്പൂൺ കാപ്സിക്കം അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴന്ന് കളറൊന്നും മാറരുത്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. 1 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് കയ്യിലെടുത്ത് വെതറി അങ്ങ് എല്ലായിടത്തും അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലേ ചേർക്കണമെന്നില്ല. സോയാ സോസും ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ, പക്ഷേ ചേർത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഒരു 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഈ വെള്ളം ഒന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. ഫ്രൈ ചെയ്തുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് അവിടെ അങ്ങ് വെക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. ഇതിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പാനോ അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പറ്റിയ അടപ്പും കൂടെ ഉള്ള ഒരു പാനായിരിക്കണം. അടപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ അടപ്പ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പാത്രമൊക്കെ ആയാലും മതി. ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആണ്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാനിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിരുന്നാൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമുക്കതെടുത്തൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്കത് എടുത്ത് ഓരോ ഉരുളയാക്കി ഉരുട്ടി വെക്കാം. ഒരു 6 ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ എടുക്കുന്ന ചീസാണ്. ഞാൻ സാധാരണ അമൂലിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. ഏത് ചീസായാലും മതി. ഇനിയിപ്പോൾ ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് 2 എണ്ണത്തിനും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പകുതി മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുളയെടുത്ത് നമുക്ക് പതുക്കെ ഒന്ന് കുഴി ഉണ്ടാക്കി ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒന്ന് ഒരു പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചീസിൻ്റെ പകുതി അതെടുത്ത് ഇങ്ങനെ നീളത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുട്ടയും അതിൻ്റെ കുറച്ച് മസാലയും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചീസ് എടുത്ത് അങ്ങ് അടച്ചിട്ട് സൈഡിൽ നിന്ന് അങ്ങ് മാവ് വലിച്ച് മുകളിലേക്ക് അങ്ങ് വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് ഉരുട്ടി അങ്ങ് വെക്കാം. അതേപോലെ അടുത്തത് ഒന്ന് പരത്തി എല്ലാം ഒന്ന് മസാലയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. നാലെണ്ണം വെച്ചിട്ടുണ്ട്. 4 എണ്ണം ഇതിലേക്ക് കൊള്ളുള്ളൂ കേട്ടോ. ഇതിനിപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും റെഡി ആയിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിമുട്ടി പോകും. ബാക്കി 2 എണ്ണം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് നേരത്തെ പോലെ തന്നെ നനഞ്ഞ തുണിയിട്ടൊന്ന് അരമണിക്കൂറുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. ഒരു 15 മിനിറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പഴയ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. നമുക്ക് നമ്മുടെ പാന് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഉടനെ തന്നെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വലുതാവും. അപ്പോൾ അടപ്പിൻ്റെ മുകളിൽ മുട്ടിയാലും പിന്നെ അതിന് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പാത്രമൊക്കെ വെക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. എന്നാലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, കാരണം തീയുടെ ചൂടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ബണ്ണിൻ്റെ ഒക്കെ മണമില്ലേ, അത് വന്നിട്ടുണ്ട്. ആ സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അത് മതി. നമുക്കെല്ലാം അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്കങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇനിയും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ പാനിൽ നമ്മൾ എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ. എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണ തേക്കരുത്, ഇത് മുരിഞ്ഞു പോകും. അങ്ങനെയല്ലല്ലോ ബണ്ണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. തീയുടെ ചൂടിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. കാരണം അതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ കുറച്ചൊന്ന് മെൽറ്റായിട്ട് പുറത്തോട്ട് ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സെറ്റും കൂടെ വെച്ച് കൊടുക്കാം. അതിപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇതിപ്പോൾ 2ാമത്തെ സെറ്റ് പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിൽ തന്നെ വെച്ചിട്ട് ആ ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുത്തിരുന്നാലും മതി. ഇപ്പോൾ ഞാനത് വെക്കാൻ മറന്നുപോയിരുന്നു. പ്ലേറ്റിൽ വെച്ചപ്പോൾ ഇച്ചിരി എടുക്കാൻ ബുദ്ധിമുട്ട്. കുഴപ്പമൊന്നുമില്ല എടുക്കാനായിട്ട്. അതും കൂടെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ അതേപോലെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ സൈഡ് അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മുട്ടിച്ച് വെക്കണ്ട കേട്ടോ, ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് എടുത്ത ആ ചൂടോട് കൂടി തന്നെ അതിൻ്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ബണ്ണ് കഴിക്കാനായിട്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ തേക്കണ്ട കേട്ടോ, ബട്ടർ തേക്കാണ് നല്ലത്. എന്നിട്ട് നമുക്കങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. തുറന്ന് വെക്കണ്ട, ഒന്നൊന്ന് തണുക്കട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലും കുറച്ച് ബട്ടറും കൂടെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബണ്ണ് നമുക്കെടുത്ത് മുറിച്ച് നോക്കണ്ടേ. ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതൽ സമയം അടച്ചു വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ കുറച്ചൊരു അത്രയും അങ്ങോട്ട് സോഫ്റ്റ്നെസ് ചിലപ്പോൾ തോന്നില്ലായിരിക്കും. അടച്ചു വെച്ച് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നത്. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കുമ്പം ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ പിടിച്ചിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊരു ആയാസമുള്ളതുപോലെ തോന്നുന്നത്. പക്ഷേ പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. ശരിക്കും നമ്മൾ നല്ല സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ അതേ ടേസ്റ്റാണ്. പിന്നെ ഫില്ലിങ് കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ബണ്ണങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അവർ വിചാരിക്കും സാധാരണ ബണ്ണാണെന്ന്. തുറന്ന് നോക്കുമ്പോൾ സർപ്രൈസ്, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ എഗ്ഗ് തന്നെ വേണമെന്നില്ല, ചിക്കൻ്റെ ഫില്ലിംഗ് വെക്കാം, വെജിറ്റബിൾസിൻ്റെ ഫില്ലിംഗ് വേണമെങ്കിൽ വെജിറ്റബിൾസ് വെക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് കത്തി വെച്ചൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചിട്ടും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ആദ്യം കൈ കൊണ്ട് മുറിച്ചപ്പോൾ മുട്ട അപ്പുറത്തെ സൈഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ മുറിഞ്ഞിങ്ങ് വരുമല്ലോ. ഇപ്പോൾ നമ്മളിത് തവയിലാണ് ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയതെന്നൊന്നും പറയുകയില്ല. നമ്മൾ നല്ല ബണ്ണ് തന്നെയാണ്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പം അതുകൊണ്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇതേപോലെ തന്നെ ചൂടോടുകൂടി തന്നെ എടുത്ത് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ ഇത് ഞാൻ ബണ്ണിൻ്റെ പോർഷൻ കാണിച്ചില്ലല്ലോ, ബണ്ണിൻ്റെ പോർഷനും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നല്ല ബണ്ണാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണ് പോലെ തന്നെ ഉണ്ട്. അതിൽ ഫില്ലിംഗ് ഇല്ലാതെ ബണ്ണ് മാത്രം ചെയ്യാനാണെങ്കിൽ അത് മതി. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചീസ് നമുക്ക് ഓപ്ഷണലായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.